ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആസ്പിറം എഡ്യൂക്കേഷൻ. ദിസ് ഇസ് ഡോക്ടർ ഫൗസിയ അഹമ്മദ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് LBSൽ 19 കോഴ്സസ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. നഴ്സിങ്ങും അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകളുമായിട്ട് 19 കോഴ്സസ് ഉണ്ട്. അപ്പോൾ ഈ കോഴ്സുകളുടെ എല്ലാം ഈ സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, കോളേജ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, ഇതിനെപ്പറ്റി വലുതായിട്ട് ധാരണ മിക്ക കുട്ടികൾക്കും ഇല്ലായിരിക്കും. അതായത് നഴ്സിങ്ങിന് എത്ര കോളേജസ് ഉണ്ട്, അല്ലെങ്കിൽ ഓരോ അലൈഡ് പ്രോഗ്രാംസിന്, അതായത് ഇപ്പോൾ ഈ BPT അല്ലെങ്കിൽ BOT അല്ലെങ്കിൽ MLT MIT ഇങ്ങനെയുള്ള കോഴ്സുകൾക്കെല്ലാം ഏതൊക്കെ കോളേജസ് ആണുള്ളത്, അതിൽ ഏതൊക്കെയാണ് ഗവൺമെൻറ് കോളേജസ്, എത്രയൊക്കെ സീറ്റുകളാണ് ഇതിനൊക്കെ ഉള്ളത്, ഇതിനൊക്കെ പറ്റിയ ഒരു കറക്റ്റ് ഐഡിയ നിങ്ങൾക്കില്ലായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ 19 കോഴ്സുകൾക്കും എത്ര കോളേജസ് ഉണ്ടെന്നും, അതുപോലെ ഇതിൽ എത്ര എണ്ണമാണ് ഗവൺമെൻറ് കോളേജസ് എന്നും എത്ര എണ്ണമാണ് പ്രൈവറ്റ് കോളേജസ് എന്നും അതിൽ തന്നെ എത്ര സീറ്റ്സ് ടോട്ടലി ഉണ്ടെന്നുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് മോസ്റ്റ് ഡിമാൻഡ് LBSലെ തന്നെ മോസ്റ്റ് ഡിമാൻഡിങ് ആയിട്ടുള്ള നഴ്സിംഗിൻ്റെ തന്നെ നോക്കാം. നഴ്സിംഗിന് LBSൽ 2025-2026 പ്രോസ്പെക്ടസ് പ്രകാരം ഈ തവണത്തെയും പ്രോസ്പെക്ടസിൽ ഇതുവരെ, അതായത് 2026-2027 പ്രോസ്പെക്ടസ് ഇറങ്ങിയത് പ്രകാരവും ടോട്ടലി നഴ്സിങ്ങിന് ഗവൺമെൻറ്റും പ്രൈവറ്റും എല്ലാ സംഘടനകളുടെ അണ്ടറിലുള്ളതായിട്ട് ടോട്ടലി 163 കോളേജസ് ആണ് LBSൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ തന്നെ 14 കംപ്ലീറ്റ് ആയിട്ടുള്ള ഗവൺമെൻറ് കോളേജസും 123 പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജസുമാണ് ഉള്ളത്. ഇനി ഇത് കൂടാതെ കുറച്ച് കോളേജസും ഉണ്ട്. അതായത് CPASന്റെ അണ്ടറിലുള്ള 9 കോളേജസ്, അതുപോലെ സിമെറ്റിൻ്റെ അണ്ടറിലുള്ള 12 കോളേജസ്, KEIPന്റെ അണ്ടറിലുള്ള 3 കോളേജസ്, അതുപോലെ മലബാർ ക്യാൻസർ സെൻറ്ററിൻ്റെ അണ്ടറിലുള്ള 2 കോളേജസ്. ഇങ്ങനെ നോക്കുമ്പോൾ ടോട്ടലി 163 കോളേജസ് ആണുള്ളത്. ഇനി ഇതിലൊക്കെ എത്ര സീറ്റ്സ് എന്ന് നോക്കാം. ഇപ്പോൾ ഗവൺമെൻറ് കോളേജ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ 14 നഴ്സിംഗ് കോളേജസ് ആണ് ഗവൺമെൻറ്റിനുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ടോട്ടലി 14 കോളേജസിലായിട്ട് 1130 സീറ്റുകൾ മാത്രമാണ് എൻറ്റയർ കേരളത്തിൽ ഗവൺമെൻറ് സീറ്റ്സ് നഴ്സിങ്ങിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമ്മൾ കംപ്ലീറ്റ്ലി പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജസ് നോക്കിക്കഴിഞ്ഞാൽ ടോട്ടലി 123 കോളേജുകളിലായിട്ട് 8141, അതായത് 8141 സീറ്റ്സ് ആണ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ്, കംപ്ലീറ്റ്ലി പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ CPAS നോക്കിക്കഴിഞ്ഞാൽ ഇത് ആക്ച്വലി പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ്ങിൻ്റെ അതേ ഫീസ് തന്നെ വാങ്ങുന്ന കോളേജാണ്. പക്ഷേ ഇത് ഗവൺമെൻറ് എയ്ഡഡ് ആയിട്ടുള്ള കോളേജസ് ആണ്. അതായത് നമ്മൾ ഈ ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള പ്രൈവറ്റ് സ്ഥാപനം എന്ന് പറയത്തില്ലേ, അതുപോലുള്ള എയ്ഡഡ് സ്കൂൾ എന്നൊക്കെ പറയുന്ന പോലെ CPASന്റെ അണ്ടറിലും 9 കോളേജസിലായിട്ട് 410 സീറ്റ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി സിമെറ്റിൻ്റെ അണ്ടറിലാണെങ്കിലും 12 കോളേജസിലായിട്ട് 711 സീറ്റ്, അതായത് 711 സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. KEIPന്റെ അണ്ടറിൽ 3 കോളേജസിലായിട്ട് 140 സീറ്റും, മലബാർ ക്യാൻസർ സെൻറ്ററിൻ്റെ അണ്ടറിൽ 2 കോളേജുകളിലായിട്ട് വെറും 40 സീറ്റുകൾ മാത്രമാണ് അവൈലബിൾ. ഇങ്ങനെയാണ് ടോട്ടലി 10,572 സീറ്റ്സ് നഴ്സിങ്ങിന് ടോട്ടലി കഴിഞ്ഞ വർഷത്തെ, അതുപോലെ തന്നെ ഈ വർഷം ഇതുവരെ ഇറങ്ങിയ പ്രോസ്പെക്ടസ് പ്രകാരവും സീറ്റ്സുകൾ അവൈലബിൾ ആയിട്ടുള്ള. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ടോട്ടലി 163 കോളേജസിലായിട്ട് നഴ്സിങ്ങിന് പ്രൈവറ്റായിട്ടും അതുപോലെ തന്നെ കംപ്ലീറ്റ് ഗവൺമെൻറ് ആയിട്ടും ഗവൺമെൻറ് എയ്ഡഡ് ആയിട്ടുള്ള കോളേജസിലുമായിട്ടും ഒക്കെ ടോട്ടലി ഇത്രയും സീറ്റ്സുകൾ, അതായത് 10,570 സംതിങ് സീറ്റുകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ടോട്ടലി ഒരു 40,000 മുതൽ 60,000 വരെ കുട്ടികളാണ് അപ്ലൈ ചെയ്യുന്നത് എന്നാണ്. ഇനി നമ്മൾ ബാക്കിയുള്ള 18 പാരാമെഡിക്കൽ, അതായത് അലൈഡ് ഹെൽത്ത് പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്നും അതുപോലെ തന്നെ അതിന് എത്രയൊക്കെ കോളേജസ് ആണെന്നുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കുന്നത് BPT, അതായത് ഫിസിയോതെറാപ്പിയുടെ സീറ്റ്സ് ആണ്. ഇപ്പോൾ നമ്മൾ നഴ്സിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ട് താഴെ നമ്പർ ഓഫ് സീറ്റ്സ് നിൽക്കുന്നത് ഫിസിയോതെറാപ്പി അതുപോലെ MLT ഈ 2 കോഴ്സുകൾക്കാണ് കുറച്ചും കൂടിയെങ്കിലും അത്യാവശ്യം സീറ്റ് എന്ന് പറയാൻ പറ്റുന്നത്. അതിൽ BPT നോക്കിക്കഴിഞ്ഞാൽ ടോട്ടലി ഗവൺമെൻറ് കോളേജസും പ്രൈവറ്റ് കോളേജസും ആയിട്ട് ടോട്ടലി 26 കോളേജസ് ആണുള്ളത്. അതിൽ ഒരുപാട് പേര് കൺഫ്യൂഷനായിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട്, എത്ര ഗവൺമെൻറ് കോളേജസ് ഉണ്ട്, ട്രിവാൻഡ്രത്തുണ്ടോ, തൃശ്ശൂരുണ്ടോ, അങ്ങനെ കുറേ പേര് ചോദിക്കാറുണ്ട്. ആസ് പെർ LBS ലിസ്റ്റ് ആകെ ഒരേ ഒരു ഗവൺമെൻറ് കോളേജേ ഉള്ളൂ, ദാറ്റ്സ് കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്. അവിടെ ആകെ 30 സീറ്റുകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ബാക്കി 25 കോളേജും BPTക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജസ് ആണ്. അങ്ങനെ അവിടെ ടോട്ടലി 25 കോളേജുകളിലായിട്ട് 1006 സീറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അങ്ങനെയാണ് ടോട്ടലി BPTക്ക് എൻറ്റയർലി 26 കോളേജസിലായിട്ട് 1036 സീറ്റ്സ് മാത്രമാണ് ഫിസിയോതെറാപ്പിക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത കോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ 2026 അത്യാവശ്യം നല്ല ഡിമാൻഡിൽ വന്നിട്ടുള്ള കോഴ്സാണ് BOT, അതായത് ബാച്ചുലർ ഓഫ് ഒക്കുപേഷണൽ തെറാപ്പി എന്ന് പറയുന്നത്.
ഈ കോഴ്സിൻ്റെ കേരളത്തിലെ കോളേജിൻ്റെ എണ്ണം കേൾക്കുമ്പോൾ കുറച്ച് പിള്ളേർക്കെങ്കിലും ഷോക്ക് വരും. കാരണം ഒരുപാട് കുട്ടികൾ വിചാരിച്ചിരിക്കുന്നത് ഇത് ഒരുപാട് കോളേജസും അതുപോലെ തന്നെ ഒരുപാട് സീറ്റ്സും അവൈലബിൾ ആണെന്നാണ്. എന്നാൽ അതൊരു റോങ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ആകെ ടോട്ടലി ഇവിടെ 3 കോളേജസ് മാത്രമാണ് കംപ്ലീറ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ തന്നെ ഒരു കോളേജ് പോലും കംപ്ലീറ്റ് ഗവൺമെൻറ് കോളേജായിട്ട് അവൈലബിൾ അല്ല. 3 കോളേജസിൽ 2 കോളേജസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, പക്ഷേങ്കിൽ അത് ഗവൺമെൻറ് എയ്ഡഡ് ആയിട്ടുള്ള പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണ് 2 കോളേജസും. പിന്നെ വേറെ ഒന്ന് വരുന്നത് കംപ്ലീറ്റ്ലി പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. ഇങ്ങനെ 2 ഗവൺമെൻറ് എയ്ഡഡ് ആയിട്ടുള്ള കോളേജസിലുമായിട്ട് ഒരു കോളേജിൽ 20 സീറ്റും മറ്റൊരു കോളേജിൽ 10 സീറ്റുമായിട്ട് ടോട്ടലി 30 സീറ്റും, അതുപോലെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ടോട്ടലി 20 സീറ്റും. അങ്ങനെ ആകെ മൊത്തം ഫോർ ദ എൻറ്റയർ കേരള BOTക്ക്, അതായത് ബാച്ചുലർ ഓഫ് ഒക്കുപേഷൻ തെറാപ്പിക്ക് 50 സീറ്റ്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് BSc MIT ആണ്. BSc MITയും ഇതേ ഒരു അവസ്ഥയിലാണ് പോകുന്നത്. ഇപ്പോൾ BSc MIT എന്നല്ല ഞാൻ പറയാൻ പോകുന്ന മിക്ക പാരാമെഡിക്കൽ കോഴ്സുകളും സീറ്റിൻ്റെ എണ്ണവും കോളേജസിൻ്റെ എണ്ണവും കുറവാണ്. BSc MITയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ടോട്ടലി 9 കോളേജസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ 9 കോളേജസിൽ 3 കംപ്ലീറ്റ് ഗവൺമെൻറ് കോളേജസ് അവൈലബിൾ ആണ്. ഈ 3 ഗവൺമെൻറ് കോളേജസിലായിട്ട് ഓരോ കോളേജിലും 10 സീറ്റുകൾ വെച്ചിട്ട് ടോട്ടലി 30 ഗവൺമെൻറ് സീറ്റ്സ് ആണ് BSc MITക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ബാക്കി 9 കോളേജസിൽ 6 കോളേജസും കംപ്ലീറ്റ്ലി പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജസ് ആണ്. അവിടെ 105 സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അങ്ങനെ ആകെ മൊത്തം ഫോർ ദ എൻറ്റയർ കേരള നമുക്ക് BSc MIT കോഴ്സിന് ടോട്ടലി 135 സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് BOT പോലെ തന്നെ 2026 അത്യാവശ്യം നല്ല ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു കോഴ്സിൻ്റെ സീറ്റിൻ്റെ എണ്ണങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദറ്റ്സ് BASLP, ബാച്ചുലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി. ആ കോഴ്സിന് ടോട്ടലി നമ്മുടെ കേരളത്തിൽ ഒരു ഗവൺമെൻറ് കോളേജസിൽ പോലും ഇതുവരെ സീറ്റില്ല. ടോട്ടലി 7 കോളേജസ് ആണുള്ളത്. ആ 7 കോളേജസും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജസ് ആണ്. ഈ 7 കോളേജസിലായിട്ട് ടോട്ടലി 135 സീറ്റുകൾ മാത്രമാണ് ഫോർ ദ എൻറ്റയർ കേരള BSLP കോഴ്സിന് സീറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് LBSൽ, അതായത് കേരളത്തിൽ ടോട്ടലി നഴ്സിംഗ് പോലെ തന്നെ അത്യാവശ്യം നമ്പർ ഓഫ് സീറ്റ്സ് ഉള്ള കോഴ്സാണ്. ദറ്റ്സ് BSc MLT. BSc MLT അതുകൊണ്ടാണ് പറയുന്നത് കുറച്ചൊക്കെ മാർക്ക് ഇൻഡെക്സ് സ്കോർ കുറവുള്ള കുട്ടികൾക്ക് MLT കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന്. കാരണം അത്യാവശ്യം നമ്പർ ഓഫ് സീറ്റ്സ് അവൈലബിൾ ആണ്. എന്ന് വെച്ചാൽ ഒരുപാട് നമ്പർ ഒന്നും പറയാനില്ല, പക്ഷേ കമ്പാരിറ്റീവ്ലി മറ്റുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ വെച്ച് നോക്കുമ്പോൾ കുറച്ച് സീറ്റ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ MLTയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ടോട്ടലി ഫോർ ദ എൻറ്റയർ കേരള 40 കോളേജസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ തന്നെ 3 കംപ്ലീറ്റ് ഗവൺമെൻറ് കോളേജസും ബാക്കി 37 പ്രൈവറ്റ് കോളേജസുമായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ 3 ഗവൺമെൻറ് കോളേജസിലായിട്ട് ടോട്ടലി 79 സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമ്മൾ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജസ് നോക്കിക്കഴിഞ്ഞാൽ 1122 സീറ്റ്സ്, അതായത് 122 സീറ്റ്സ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ അവൈലബിൾ ആണ്. അങ്ങനെ ടോട്ടലി നമുക്ക് BSc MLT കോഴ്സിന് നോക്കിക്കഴിഞ്ഞാൽ 102 സീറ്റ്സ് ആണ് ടോട്ടലി ഫോർ ദ എൻറ്റയർ കേരള LBS ലിസ്റ്റിൽ BSc MLTക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് BSc ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി ആണ്. ഇതും അത്യാവശ്യം ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുള്ള കോഴ്സാണ്. പക്ഷേ ഇതിനും കേരളത്തിൽ ഭയങ്കരമായിട്ട് സീറ്റ് കുറവാണ്. ടോട്ടലി കോളേജസിൻ്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ആകെ മൊത്തത്തിൽ 2 കോളേജസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഗവൺമെൻറ് കോളേജും ഒന്ന് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജും ആണ് വരുന്നത്. അതിൽ ഗവൺമെൻറ് കോളേജിൽ ടോട്ടലി 6 സീറ്റും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ 4 സീറ്റും ആയിട്ട് അങ്ങനെ ടോട്ടലി ഫോർ ദ എൻറ്റയർ കേരള 10 സീറ്റുകൾ മാത്രമാണ് ന്യൂക്ലിയർ മെഡിസിന് അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് BSc എമർജൻസി മെഡിസിൻ ടെക്നോളജി. ഇതിനും ഗവൺമെൻറ് കോളേജസ് 0 ആണ്. ഒരു കോളേജ് പോലും ഗവൺമെൻറ് കോളേജസ് ഇല്ല. ആകെ അവൈലബിൾ ആയിട്ടുള്ളത് 2 പ്രൈവറ്റ് കോളേജസ് ആണ്. ഈ 2 പ്രൈവറ്റ് കോളേജസിലായിട്ട് ടോട്ടലി 27 സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് BSc AT ആണ്. BSc AT ഒരുപാട് കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ട്, AT ആൻഡ് OT ആയിട്ട് അവൈലബിൾ ആവുന്നൊന്ന്. അല്ല, കേരളത്തിൽ BSc AT മാത്രമായിട്ടാണ് അവൈലബിൾ. സോ നിങ്ങൾ AT ആൻഡ് OT നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബെറ്റർ ഔട്ട്സൈഡ് കേരള നോക്കുന്നത് തന്നെയാണ് നല്ലത്. കമ്പൈൻഡ് ആയിട്ടാണ് പഠിക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ. ഇനി നമ്മൾ സീറ്റിൻ്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ BSc ATക്ക് ഒരു ഗവൺമെൻറ് കോളേജസ് പോലും കേരളത്തിലില്ല. 3 പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജസിലായിട്ട് ടോട്ടലി 17 സീറ്റുകൾ മാത്രമാണ് ഫോർ ദ എൻറ്റയർ കേരള BSc ATക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്ത കോഴ്സ് നോക്കാൻ പോകുന്നത് BSc മെഡിക്കൽ ബയോകെമിസ്ട്രി ആണ്. ഇതിനും ഒരു ഗവൺമെൻറ് കോളേജ് പോലും അവൈലബിൾ അല്ല. ടോട്ടലി 4 പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജസിലായിട്ട് 98 സീറ്റ്സ് ആണ് ഫോർ ദ എൻറ്റയർ കേരള അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്ത കോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇത്
അത്യാവശ്യം ഒരുപാട് കുട്ടികൾ നോക്കുന്ന കോഴ്സാണ്. പക്ഷേ ഈ ഒരു കോഴ്സ് BCVT ആയിട്ട് ഇവിടെ മാത്രമേ അവൈലബിൾ ഉള്ളൂ. പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കോളേജസ് മാത്രമാണ് BCVT ആയിട്ട് അവൈലബിൾ. ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും കാർഡിയക് കെയർ ടെക്നോളജി ആയിട്ടാണ് അവൈലബിൾ. സോ നമ്മൾ BCVTയുടെ കോളേജസിൻ്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം ഒരു 5 കോളേജസ് ഗവൺമെൻറ് കോളേജസ് ഉണ്ട്. സീറ്റിൻ്റെ എണ്ണം കുറവാണെങ്കിലും 5 കോളേജസ് അവൈലബിൾ ആണ്. ഗവൺമെൻറ് കോളേജസ് 26 സീറ്റ്സ് ആണ് ഗവൺമെൻറ് കോളേജസ് അല്ല അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് നോക്കിക്കഴിഞ്ഞാൽ 4 കോളേജസ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് അവൈലബിൾ ആണ്. ഈ 4 കോളേജസിലുമായിട്ട് പക്ഷേ 11 സീറ്റുകൾ മാത്രമാണ് അവൈലബിൾ. അങ്ങനെ ആകെ മൊത്തത്തിൽ 37 സീറ്റ്സ് ആണ് BCVTക്ക് ടോട്ടലി ഇവിടെ ഉള്ളത്. BCVT എന്ന് പറഞ്ഞാൽ ബാച്ചിലർ ഓഫ് കാർഡിയോവാസ്കുലർ ടെക്നോളജി. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് BSc ഡയാലിസിസ് ടെക്നോളജി ആണ്. ഡയാലിസിസ് ടെക്നോളജി നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം 5 ഗവൺമെൻറ് കോളേജസ് അവൈലബിൾ ആണ്. ഈ 5 ഗവൺമെൻറ് കോളേജസിലായിട്ട് അത്യാവശ്യം നമ്പർ ഓഫ് സീറ്റ്സ് ഉണ്ട്. ടോട്ടലി 65 സീറ്റ്സ് അവൈലബിൾ ആണ്. നമ്മൾ പ്രൈവറ്റ് കോളേജസ് നോക്കിക്കഴിഞ്ഞാൽ ടോട്ടലി 6 പ്രൈവറ്റ് കോളേജസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിലും 70 സീറ്റ്സ് അവൈലബിൾ ആണ്. അങ്ങനെ മൊത്തത്തിൽ 135 സീറ്റ്സ് അവൈലബിൾ ആണ് ഡയാലിസിസ് ടെക്നോളജിക്ക് ടോട്ടലി കേരളത്തിൽ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിൽ ഏറ്റവും കുറവ് സീറ്റുള്ള LBS ലിസ്റ്റിലെ ഒരു കോഴ്സാണ്. മറ്റൊന്നുമല്ല, ഇറ്റ്സ് പ്രോസ്തെറ്റിക് BSc പ്രോസ്തെറ്റിക് ആൻഡ് ഓർത്തോട്ടിക്സ് എന്ന് പറഞ്ഞ BPO എന്ന് പറഞ്ഞ കോഴ്സാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ ടോട്ടലി ആകെ ഒരേ ഒരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വേറെ ഒരു ഗവൺമെൻറ് കോളേജസും അവൈലബിൾ അല്ല. ഈ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ആകെ മൊത്തത്തിൽ 2 സീറ്റ്സ്, അതായത് ഫോർ ദി എൻറ്റയർ കേരള 2 സീറ്റാണ് ഈ ഒരു കോഴ്സിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്ത കോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇതും കേരളത്തിലെ LBS ലിസ്റ്റിലെ കോഴ്സുകളിൽ അലൈഡ് പ്രോഗ്രാമിൽ വളരെ കുറവ് സീറ്റുള്ള മറ്റൊരു കോഴ്സാണ്. ഇറ്റ്സ് BSc ന്യൂറോ ടെക്നോളജി. ഇതിൽ ടോട്ടലി പ്രൈവറ്റ് കോളേജിൽ ആകെ ഒരേ ഒരു പ്രൈവറ്റ് കോളേജ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഗവൺമെൻറ് കോളേജസ് ഒന്നുമില്ല. ഈ ഒരു പ്രൈവറ്റ് കോളേജിലായിട്ട് ടോട്ടലി 5 സീറ്റ്സ് മാത്രമാണ് ന്യൂറോ ടെക്നോളജിക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് BSc പെർഫ്യൂഷൻ ടെക്നോളജി ആണ്. പെർഫ്യൂഷൻ ടെക്നോളജി അത്യാവശ്യം കുട്ടികൾ നോക്കുന്ന കോഴ്സാണ്. പക്ഷേ പെർഫ്യൂഷൻ ടെക്നോളജി നോക്കിക്കഴിഞ്ഞാൽ ടോട്ടലി ഭയങ്കരമായിട്ട് കോളേജും സീറ്റ്സും കുറവാണ്. 3 കോളേജസ് മാത്രമാണ് ഗവൺമെൻറ് കോളേജസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ 3 കോളേജസിലായിട്ട് വെറും 11 സീറ്റ്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി പ്രൈവറ്റ് കോളേജസ് നോക്കിയാലോ ആകെ മൊത്തത്തിൽ 2 പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജസ് ഉണ്ട്. ഇതിൽ തന്നെ 8 സീറ്റ്സ് മാത്രമാണ് അവൈലബിൾ. അങ്ങനെ മൊത്തത്തിൽ 19 സീറ്റ്സ് ആണ് ഫോർ ദ എൻറ്റയർ കേരള BSc പെർഫ്യൂഷൻ ടെക്നോളജിക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്ത കോഴ്സ് നോക്കാൻ പോകുന്നത് റെസ്പിറേറ്ററി ടെക്നോളജി ആണ്. റെസ്പിറേറ്ററി ടെക്നോളജി എന്ന് പറയുമ്പം ടോട്ടലി 2 ഗവൺമെൻറ് കോളേജസ് അവൈലബിൾ ആണ്. ഈ 2 ഗവൺമെൻറ് കോളേജസിലായിട്ട് 4 സീറ്റ്സ് വെച്ചിട്ട് അങ്ങനെ മൊത്തത്തിൽ 8 സീറ്റ്സ് ആണ് ഗവൺമെൻറ് കോളേജസിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജസ് നോക്കിക്കഴിഞ്ഞാൽ ആകെ ഒരേ ഒരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജാണ് റെസ്പിറേറ്ററി ടെക്നോളജിക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അങ്ങനെ ടോട്ടലി ഫോർ ദി എൻറ്റയർ കേരള വെറും 12 സീറ്റുകൾ മാത്രമാണ് റെസ്പിറേറ്ററി തെറാപ്പി കോഴ്സിന് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമ്മൾ നെക്സ്റ്റ് കോഴ്സ് നോക്കാൻ പോകുന്നത് BSc റേഡിയോ തെറാപ്പി ടെക്നോളജി ആണ്. ഈ റേഡിയോ തെറാപ്പി ടെക്നോളജി നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറച്ച് എമൗണ്ട് ഓഫ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. ഒരുപാട് കുട്ടികൾ നോക്കുന്ന കോഴ്സ് കൂടിയാണ്. ടോട്ടലി സീറ്റിൻ്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് കോളേജ്, ഇന്ന് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജ് ഇല്ല, ഗവൺമെൻറ് കോളേജ് മാത്രമേ ഉള്ളൂ. ആകെ 2 ഗവൺമെൻറ് കോളേജുകളിലായിട്ട് 11 സീറ്റ്സ് മാത്രമാണ് ഫോർ ദി എൻറ്റയർ കേരള LBS ലിസ്റ്റിൽ ഈ ഒരു കോഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള സീറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് കോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ BSc മെഡിക്കൽ മൈക്രോബയോളജി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് കോളേജസ് ഒന്നും അവൈലബിൾ അല്ല, 0 ആണ്. പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജ് മാത്രമാണ് അവൈലബിൾ. അതിൽ തന്നെ 4 പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജസിലായിട്ട് ടോട്ടലി 113 സീറ്റ്സ് മാത്രമാണ് ഇവിടെ ഈ ഒരു കോഴ്സിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് BSc ഒപ്റ്റോമെട്രി ആണ്. ഇത് അത്യാവശ്യം നമ്പർ ഓഫ് പാരാമെഡിക്കൽ കോഴ്സുകൾ അപേക്ഷിച്ചിട്ട് ഇപ്പം നമ്മൾ MLTയും BPTയും ഒക്കെ കഴിഞ്ഞിട്ട് അത്യാവശ്യം നമ്പർ ഓഫ് സീറ്റ്സ് ഉള്ളൊരു കോഴ്സാണ്. കമ്പാരിറ്റീവ്ലി ആണ് കേട്ടോ, ഒരുപാട് സീറ്റ്സ് ഉണ്ടെന്നല്ല, കുറച്ചെങ്കിലും നമ്പർ ഓഫ് സീറ്റ്സ് ഉണ്ടെന്ന് പറയുന്ന ഒരു കോഴ്സാണ് BSc ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത്. ടോട്ടലി ഗവൺമെൻറ് കോളേജസ് 2 എണ്ണമാണുള്ളത്. പ്രൈവറ്റ് കോളേജസ് 14 എണ്ണം അവൈലബിൾ ആണ്. ഈ 2 ഗവൺമെൻറ് കോളേജസിലായിട്ട് ആകെ മൊത്തത്തിൽ 44 സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജ് 14 കോളേജുകളിലായിട്ട് 325 സീറ്റുകൾ BSc ഒപ്റ്റോമെട്രിക്ക് അവൈലബിൾ ആണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ ഫോർ ദ എൻറ്റയർ കേരള BSc ഒപ്റ്റോമെട്രിക്ക് 369 സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടോട്ടലി 19 കോഴ്സുകളും അതിൻ്റെ കോളേജ് എണ്ണങ്ങളും അതുപോലെ തന്നെ എത്രയാണ് സീറ്റുകളെന്നുള്ളപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണും എത്രത്തോളം ആയിരിക്കും ഇത് നിങ്ങളുടെ മാർക്ക് വെച്ച് കിട്ടാൻ സാധ്യതയെന്നും. ഇപ്പോൾ നിങ്ങൾ കുറച്ച് പേര് ചിലപ്പോൾ ചില പാരാമെഡിക്കൽ കോഴ്സുകളോ അല്ലെങ്കിൽ ചില അലൈഡ് പ്രോഗ്രാംസ് ഒക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരിക്കും, ചിലർ നഴ്സിംഗ് തന്നെയായിരിക്കും നോക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടും ഇതിൽ എത്ര സീറ്റുകളാണുള്ളത്, എന്താണ് ഇതിൻ്റെ സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ എൻ്റെ മാർക്കിന് ഇത്രയൊക്കെ പോകുമോ, ഇനി ഞാൻ പുറത്തേക്ക് നോക്കണോ, ഞാൻ ഇവിടെ
ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണോ എന്നൊക്കെ ഉള്ളൊരു ഐഡിയ ഇപ്പം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. കാരണം ഒരുപാട് കുട്ടികൾ എല്ലാ വർഷവും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഈ പാരാമെഡിക്കൽ ആൻഡ് അലൈഡ് പ്രോഗ്രാംസിൻ്റെ സീറ്റ്സിൻ്റെ എണ്ണം അറിയാതെ തന്നെ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. കിട്ടുമോ എന്ന് നോക്കിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കും. അപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാരാമെഡിക്കൽ കോഴ്സിൻ്റെ എണ്ണം, സീറ്റിൻ്റെ എണ്ണം നിങ്ങൾ മനസ്സിലായല്ലോ, വളരെ കുറച്ച് സീറ്റ്സുകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതും വളരെ കുറച്ച് കോളേജസിലായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് അതുപോലെ തന്നെ ഈ 19 കോഴ്സ് ഏതൊക്കെയാണെന്നും ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളതെന്നുള്ളൊരു ഡൗട്ട് മേ ബി ചില കുട്ടികൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോയും നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെക്ക് ചെയ്താൽ കാണാൻ കഴിയും. അതായത് ഈ 19 കോഴ്സുകൾ ഏതൊക്കെയാണ്, അത് എന്തൊക്കെയാണ് ഈ കോഴ്സുകൾ എന്നുള്ള ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ ഓരോ കോഴ്സിനെ പറ്റിയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്രയും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഓരോ കോളേജസിന്റെ എണ്ണവും സീറ്റ്സും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമുക്ക് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ചാനൽ അവൈലബിൾ ആണ്. അതായത് നമുക്കൊരു ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക്. എക്സാം നോട്ടിഫിക്കേഷൻസ്, അതുപോലെ ELBS നോട്ടിഫിക്കേഷൻസ്, അതുപോലെ അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെയാണ്, അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. അതുപോലെ നമ്മൾ ഓരോ കോഴ്സിൻ്റെയും സെപ്പറേറ്റ് ഓരോ കുട്ടികൾക്കായിട്ടുള്ള കരിയർ കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോഴ്സ് എടുക്കാൻ ഡൗട്ടുള്ള കുട്ടികൾ, അതുപോലെ ഒരു കോഴ്സ് കൺഫേം ആക്കി പക്ഷേ ഇത് കേരളത്തിൽ എങ്ങനെയാണ്, പുറത്ത് എങ്ങനെയാണ്, അല്ലെങ്കിൽ കേരളത്തിൽ ഇത്ര മാർക്കിന് കിട്ടുമോ, ഇങ്ങനെയൊക്കെ കുറേ ഡൗട്ടുകളാണ്. അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1-on-1 സെഷനായിട്ട് കൗൺസിലിങ്ങോ അങ്ങനെയൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനും തൊട്ട് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു ഹായ് അയച്ചാൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൗൺസിലിംഗ് സെഷൻ വേണമെങ്കിലും തൊട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്കൊരു ഹായ് അയക്കാവുന്നത്. കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഈ നഴ്സിംഗ്, പാരാമെഡിക്കൽ കോഴ്സുകളെ പറ്റി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ആ സെഷനിലേക്ക് നിങ്ങൾക്ക് വരാവുന്നതുമാണ്. ഓക്കെ, അപ്പം ഇതുപോലെ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.